ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല രുചിയേറിയ ഒരു ചോളം മസാലയാണ്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചോളം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോളത്തിനെ ഇവിടെ സെപ്പറേറ്റ് ആക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ചോളത്തിനൊരു നല്ലൊരു പുളിപ്പ് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ചോളം മസാല ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. മല്ലിയില നമ്മുടെ ചോളം മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറും മണവും കൊടുക്കും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ ചോളം മസാലയുടെ നല്ലൊരു മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചോളം മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, ഇത് കാണുമ്പോഴേ അറിയാം എന്ത് ടേസ്റ്റാണെന്ന്. നമുക്ക് എല്ലാവർക്കും ചോളം അല്ലെങ്കിൽ സ്വീറ്റ് കോൺ ഇഷ്ടമാണ്. ഇതിഷ്ടമില്ലാത്തതായിട്ട് ആരും കാണത്തില്ല അല്ലേ. ഇനി വീട്ടിൽ ചോളം വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായവും എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ. കൂടാതെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഓരോ കമൻറ്റും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്കുള്ള പ്രചോദനമായിരിക്കും. അപ്പോൾ എങ്ങനെ, ഇതുപോലൊരു ചോളം മസാല നിങ്ങളും തയ്യാറാക്കില്ലേ? നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിരിക്കും. ഉറപ്പായിട്ട് ഇത് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്നാൽ പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൂടെ. അപ്പോൾ ഇതുപോലൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നത് വരെ ബൈ ബൈ.